നമസ്കാരം. നമ്മുടെ നാട്ടിലെ നിയമ സംഹിത അനുസരിച്ച് പരസ്യമായി പൊതുസ്ഥലത്തിൽ നിന്ന് മദ്യപിക്കുന്നത് അനുവദനീയമല്ല. മാത്രമല്ല അത് കുറ്റകരവുമാണ്. നമ്മൾ ആരെങ്കിലും പരസ്യമായി ഒരു പൊതുസ്ഥലത്തിൽ നിന്ന് മദ്യപിക്കുകയാണെങ്കിൽ പോലീസുകാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്യാം. എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ടായ സംഭവം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. അവിടുത്തെ 6 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള പൊതുസ്ഥലത്തിരുന്ന് വാഹനത്തിനുള്ളിൽ ഇരുന്ന് അവർ മദ്യപിക്കുകയായിരുന്നു. ഇത് പോലീസ് സ്റ്റേഷനിലെത്തി ആരോ ചിത്രീകരിക്കുകയും ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി വൈറലാവുകയും ചെയ്തു. ഇതിൻ്റെ പിന്നാലെ ഈ 6 പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ പിന്നാലെ ഇനിയും അന്വേഷണം നടക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാഹനമാണ് ഈ സ്കോർപിയോ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇവർ മദ്യപിച്ചതിന് ശേഷം അതിൻ്റെ പിന്നാലെ ഈ വാഹനത്തിൽ കയറി തന്നെ ഏതോ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത കുറ്റവുമുണ്ട്. മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്നുള്ളത് അതീവ ഗുരുതരമായൊരു പ്രശ്നമാണ്. പൊതുവേ ആരെങ്കിലും മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ അവരെ പിടികൂടുക എന്നുള്ളത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ്. അങ്ങനെയുള്ള പോലീസുകാർ തന്നെ മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക എന്ന് പറയുന്നതും നമുക്ക് കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ഈയിടെ നമ്മൾ കാണുന്നൊരു പ്രവണത പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ മദ്യപിച്ച് സമനില തെറ്റിയ നിലയിൽ വാഹനം ഓടിച്ച് അപകടങ്ങൾ വരുത്തുന്ന നിരവധി വാർത്തകൾ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നിയമമൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നും ഇവിടെ എന്ത് തോന്നിയ ദിവസവും കാണിക്കാമെന്നും ഉള്ള ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് നമ്മുടെ നാട്ടിൽ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇത്തരക്കാരൊന്നുമല്ല, വളരെ കൃത്യമായ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഒരു ന്യൂനപക്ഷം വരുന്ന പോലീസുകാരാണ് എപ്പോഴും പോലീസിന് പേരുദോഷം ഉണ്ടാക്കാറുള്ളത്. പണ്ടും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ നിരവധി വിവാദങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു സ്ഥലമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയ പോലീസ് സ്റ്റേഷനിൽ ഒന്നായിരുന്നു കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ. അവിടെ ഉണ്ടായ നിരവധി സംഭവങ്ങൾ, വിവാദങ്ങൾ, അതുപോലെ ചില കുംഭകോണങ്ങൾ, കൈക്കൂലി കേസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിന്ന ഒന്നായിരുന്നു കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ. എന്നാൽ പിന്നീട് ഇതിനൊക്കെ തന്നെ ഒരു മാറ്റം വന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഒരു സംഭവം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവരുടെ മേൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയേണ്ടത്. കാറിനെ ബാറാക്കിയ ഏമാമാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമമൊന്നും ബാധകമല്ല എന്ന രീതിയിൽ പെരുമാറുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. തങ്ങൾക്ക് നിയമം ലംഘിക്കാം, നാട്ടുകാരെ നിയമം ലംഘിച്ചാൽ ഞങ്ങൾ പിടികൂടും എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പോലീസുകാരുമുണ്ട്. നമ്മുടെ നാട്ടിൽ പോലീസിനെ നിയോഗിച്ചിട്ടുള്ളത് ക്രമസമാധാനം പാലിക്കാനാണ്, അതല്ല ക്രമസമാധാനം ലംഘിക്കാനല്ല. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിന് അഭിമാനകരമായ നേതൃത്വ ഗുണം ഉണ്ടായിട്ടുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേന ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ കഴിയും കേരള പോലീസാണെന്നാണ്. കേരളത്തിൽ എവിടെ ഒരു കുറ്റകൃത്യം നടന്നാലും അത് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയുന്ന എല്ലാവിധ സംവിധാനങ്ങളുമുള്ള അത്രയും ആർജവമുള്ള വലിയൊരു സംഘം പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നാടാണ് കേരളം. 1980കളുടെ ആദ്യം ഏറ്റവും അമ്പലത്തിൽ മോഷണം നടത്തിയ സ്റ്റീഫനെ കേരള പോലീസ്, അന്ന് ഇത്രയും സാങ്കേതികമായി ഇന്ന് CCTV അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നൊരു കാലത്ത് അയാളിൽ നിന്ന് കളഞ്ഞു പോയതെന്ന് കരുതി കിട്ടിയ ഒരു പത്രക്കടലാസിൽ നിന്നാണ് പോലീസ് തുമ്പുണ്ടാക്കി ഈ പ്രതിയെ പിടികൂടിയപ്പോൾ പ്രതി പോലും ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. കാരണം ഇത്ര ആസൂത്രിതമായി ചെയ്ത ഒരു കുറ്റകൃത്യം പോലും എത്ര കൃത്യമായി തങ്ങളെ പിടിച്ചു എന്നുള്ളത് കേരള പോലീസിന് എന്നും അഭിമാനിക്കാവുന്നൊരു കേസായിരുന്നു ഏറ്റുമാനൂരപ്പൻ്റെ അവിടുത്തെ വിഗ്രഹമോഷണ കേസ്. അതുപോലെ കരിക്കൻ വില്ല കേസ്. ഇതൊക്കെ തന്നെ യാതൊരുവിധ സാങ്കേതികമായ സംവിധാനങ്ങളും ഇല്ലായിരുന്ന കാലത്ത് നമ്മുടെ പോലീസിന് അതൊക്കെ തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇന്നും കേരള പോലീസിനെ ഒരു കേസിൻ്റെ അന്വേഷണം ഏൽപ്പിച്ചാൽ ഉന്നതങ്ങളിൽ നിന്ന് സ്വാധീനം ചെലുത്താൻ ആരും ചെന്നില്ലെങ്കിൽ കൃത്യമായി അവർ കണ്ടുപിടിച്ച് പ്രതികളെ നിമിഷങ്ങൾക്കുള്ളിൽ അകത്താക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആർജവും തൻ്റെ ഇടവും ഒക്കെ കേരള പോലീസിനുണ്ട്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിൽ പരസ്യമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് വാഹനത്തിനുള്ളിൽ കയറി നിന്ന് മദ്യപിക്കുക എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ്. പക്ഷേ നാളെ ഇനി ഇവരുടെ പോലീസുകാരുടെ സംഘടനകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുമോ, അത് ഒടുവിൽ തേഞ്ഞു മാഞ്ഞു പോകുമോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അതങ്ങ് മങ്ങിപ്പോകുന്നതാണ് പതിവ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതികളായ കേസുകളിൽ പോലും അവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മാധ്യമപ്രവർത്തകരെ വെട്ടിച്ച് മറ്റു വഴികളിലൂടെ കോടതിക്കുള്ളിൽ എത്തിക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടന്ന സംഭവങ്ങൾ പോലും നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ പോലീസുകാർ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയെങ്കിൽ അവരുടെ പേരിൽ കർശന നടപടി തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഒരുപക്ഷെ കേരളത്തിലെ പോലീസ് മേധാവി തന്നെ ഇക്കാര്യത്തിൽ ഒരു കർശന നിലപാട് സ്വീകരിക്കുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. രവീന്ദ്ര ചന്ദ്രശേഖരനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ആർജവമുള്ള സത്യസന്ധനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് തന്നെയാണ് ഉചിതം. കാരണം കേരള പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോലീസിന് തന്നെ മാതൃകയായി മാറിയ ഒന്നാണ്. ജനങ്ങൾ ഈ പോലീസിനെ കണ്ടാണ് നല്ല പോലീസിങ് എന്താണ് എന്ന് ഇപ്പോഴും പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഏതായാലും ചിത്രീകരിച്ചാണ് നമ്മൾ ശരിക്കും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് ആരാണ് എന്നുള്ള കാര്യം പുറത്തു വന്നാൽ പിന്നെ അയാളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്തായാലും ഈ ഒരു ചിത്രീകരണം നടത്തിയ ആ വ്യക്തിയെ, അജ്ഞാതനായ വ്യക്തിയെ അഭിനന്ദിക്കുക. ഒപ്പം
ഈ പോലീസുകാർ ഇത്തരത്തിൽ പരസ്യമായി തങ്ങൾ തന്നെ പാലിക്കേണ്ട ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് നടത്തിയ ഈ ഒരു നടപടി അതീവ ഗുരുതരം എന്ന് തന്നെ പറയേണ്ട അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്.